ഒരുപാട് സമൂഹത്തിന് ഒരുപാട് ചൂണ്ടിക്കാട്ടാൻ പറ്റിയ ഒരുപാട് മെസ്സേജ് അതിലുണ്ട്. അതായത് ഒരു അഞ്ചാം പാതിരയും പിന്നെ രാക്ഷസനും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോൾ രാക്ഷസ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇല്ല, രാക്ഷസൻ ലെവലില്ല, പക്ഷെ സിനിമ ക്രൈം ത്രില്ലർ തന്നെ. വിഷ്ണു വിശാലിന്റെ പടങ്ങളിൽ വെച്ച് സെക്കൻഡ് ബെസ്റ്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാം. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ പിന്നെ കൊള്ളായിരുന്നു. പോലീസുകാരുള്ള കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച്. മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. ശരിക്കും ത്രില്ലിംഗ് ആണോ? സസ്പെൻസ് രാക്ഷസനൊക്കെ പോലെ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്രൈമാണ്. പിന്നെ ഒരുപാട് സമൂഹത്തിന് ഒരുപാട് ചൂണ്ടിക്കാട്ടാൻ പറ്റിയ ഒരുപാട് മെസ്സേജ് അതിലുണ്ട്. നല്ല സിനിമയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല സിനിമ. ഒരു ത്രില്ലറാണോ? അതെ. മറ്റേ ഇതൊക്കെ പോലെ അതായത് ഒരു അഞ്ചാം പാതിരയും പിന്നെ രാക്ഷസനും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോൾ രീതിയാണ്. പക്ഷെ ഇതിൻ്റെ ബ്രില്യൻസ് ആണ്, അതിൻ്റെ ഇൻ്റലിജൻസ്. അതായത് ഒരു ഷെർലക് ഹോംസിൻ്റെ നോവൽ വായിക്കുന്നില്ലേ, അതേപോലെയുള്ള ഒരു ഇതാണ് നമുക്കുണ്ടാകുന്നത്. കാരണം വെച്ചാൽ അതേപോലെയാണ് ഇതിൻ്റെ അന്വേഷണം പോകുന്നത്. അതായത് ഈ ക്രൈം എങ്ങനെ എവിടെ എപ്പോൾ നടക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് കഥ പോകുന്നത്. അതായത് പടം നല്ല സൂപ്പറാണ്. പടം കണ്ടിട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്?